ഹലോ എൻ്റെ കുഞ്ഞി കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കുസൃതിക്കുട്ടൻ്റെ കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. കേൾക്കാൻ റെഡിയാണോ? ആ കുസൃതിക്കുട്ടൻ മറ്റാരുമല്ല, കുഞ്ഞൻ എന്നൊരു കൊച്ചു പൂച്ചക്കുട്ടിയാണ്. അവൻ ഒരുപാട് അത്ഭുതങ്ങൾ കാണണം, പക്ഷേ അവൻ അമ്മ പറയുന്നതൊന്നും കേൾക്കാറില്ല. എന്താണ് കുഞ്ഞിന് പറ്റിയതെന്ന് നമുക്ക് കഥയിലൂടെ നോക്കിയാലോ? ഇന്ന് നമുക്ക് കഥ കേൾക്കാം. ഒരിടത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ കുഞ്ഞൻ എന്നു പേരുള്ള ഒരു കുഞ്ഞു പൂച്ചയുണ്ടായിരുന്നു. കുഞ്ഞൻ വളരെ കൗതുകക്കാരനായിരുന്നു. എല്ലായിടത്തും ഓടി നടക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അമ്മ പറയുന്നതൊന്നും അവൻ കേൾക്കില്ല. ഒരു ദിവസം രാവിലെ അമ്മ പൂച്ച പറഞ്ഞു, കുഞ്ഞാ, കാട്ടിലേക്കൊന്നും ഒറ്റയ്ക്ക് പോകരുത് കേട്ടോ. ശരി അമ്മേ. പക്ഷേ കുഞ്ഞൻ വിചാരിച്ചു, ഞാൻ വലിയ ധൈര്യശാലിയല്ലേ, എനിക്കൊന്നും സംഭവിക്കില്ല, ഒന്ന് കാട്ടിലോട്ടൊക്കെ പോയി നോക്കാം. അവൻ പതുക്കെ വീട്ടിൽ നിന്നിറങ്ങി. അമ്മ കാണാതെ ഒളിച്ചൊളിച്ച് കാട്ടിലേക്ക് പോയി. വഴിയിലൂടെ നടക്കുമ്പോൾ നിറയെ ചിത്രശലഭങ്ങൾ പറക്കുന്നത് കണ്ടു. ഹായ്, എത്ര സുന്ദരം! അവൻ ശലഭങ്ങളെ പിന്തുടർന്ന് കാട്ടിലെത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞൻ പേടിച്ചു. അയ്യോ, എൻ്റെ വീടെവിടെയാ? കുഞ്ഞൻ ഭയന്നു തുടങ്ങി. കുഞ്ഞുങ്ങളെ, കുഞ്ഞിന് അമ്മയുടെ വാക്ക് കേട്ടോ? ഇല്ലല്ലോ. അവൻ കരഞ്ഞുകൊണ്ട് നടന്നു. അപ്പോൾ ഒരു ചെറിയ മുയൽ അവനെ കണ്ടു. എന്തിനാ കരയുന്നത്? മുയൽ ചോദിച്ചു. എനിക്ക് വീട്ടിലേക്കുള്ള വഴി അറിയില്ല. മുയൽ ചിരിച്ചു. കരയണ്ട, ഞാൻ സഹായിക്കാം. അവർ രണ്ടുപേരും കൂടി നടന്ന് വഴിയിലൊരു വലിയ മാമ്പഴ മരത്തിന് താഴെ എത്തി. താഴെ ഒരു പഴുത്ത മാമ്പഴം വീണ് കിടക്കുന്നു. മുയൽ പറഞ്ഞു, നമുക്കിത് പങ്കിട്ട് കഴിക്കാമോ? കുഞ്ഞൻ സന്തോഷത്തോടെ തലകുലുക്കി. അവർ മാമ്പഴം കഴിച്ച് വീണ്ടും നടന്നു. അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. അയ്യോ, മഴ നനയുമല്ലോ. മുയൽ ഉടനെ ഒരു വലിയ ഇലയ്ക്ക് താഴെ ഒളിച്ചു. ഇവിടേക്ക് വാ. രണ്ടുപേരും മഴ നോക്കിയിരുന്നു. മഴത്തുള്ളികൾ ടിപ്പ് ടിപ്പ് എന്ന് വീഴുന്നത് കേട്ട് കുഞ്ഞൻ ചിരിച്ചു. അപ്പോൾ ദൂരത്തൊരു ശബ്ദം കേട്ടു. കുഞ്ഞാ, കുഞ്ഞാ, നീ എവിടെയാ? അമ്മ പൂച്ച കുഞ്ഞിനെ തേടി വന്നതായിരുന്നു. അമ്മേ, കുഞ്ഞൻ ഉറക്കെ വിളിച്ചു. അമ്മ പൂച്ച ഓടിയെത്തി കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. നീ എവിടെയായിരുന്നു കുഞ്ഞാ? ഞാൻ എത്ര പേടിച്ചെന്നറിയാമോ? കുഞ്ഞൻ തല കുനിച്ചു. എന്നോട് ക്ഷമിക്കണേ അമ്മേ, ഇനി ഞാൻ ഒറ്റയ്ക്കൊന്നും എവിടേക്കും പോവില്ല. അമ്മ പറയുന്നത് ഞാൻ കേട്ടോളാം. അമ്മ പൂച്ച മുയലിനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ സഹായിച്ചതിന് ഒത്തിരി നന്ദി. മുയൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സുഹൃത്തുക്കൾ സഹായിക്കണമല്ലേ? അന്ന് രാത്രി കുഞ്ഞൻ അമ്മയുടെ അടുത്ത് കിടന്നുറങ്ങി. ഉറങ്ങാൻ മുമ്പ് അവൻ ചിന്തിച്ചു, അമ്മ പറയുന്നത് കേൾക്കണം, നല്ല സുഹൃത്തുക്കളെയും സ്നേഹിക്കണം. കുഞ്ഞുങ്ങളെ, കഥയിൽ നമ്മുടെ കുഞ്ഞിനെ സഹായിച്ചത് ആരായിരുന്നു?